കാരണം ഓർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ദിവസേന നമ്മൾ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണം. എന്നും രാവിലെ പാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിൽ വെള്ളം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ആ ഈർച്ചപ്പൊടി വരുന്നത് കൊണ്ട് തന്നെ കടകളെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈർച്ചപ്പൊടി വെള്ളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഓടിന്റെ മുകളിലാണ് കയറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് മാർക്കുന്ന സ്റ്റാൻഡൊക്കെ കിട്ടും, ഇതിനായിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ കിട്ടും. ഇതിന്റെ പഴയ പാത്രമാണ് ഉപയോഗിച്ചത് കൊണ്ട് സ്റ്റാൻഡൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഉയരമുള്ള എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി താഴെ. ഇനി അതുപോലെ തന്നെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി ചെലവ് കുറച്ചുകൊണ്ട് കാർഡർ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ ആദ്യം ഒരു 20 അല്ലെങ്കിൽ 50 കാർഡറൊക്കെ വളർത്തി കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ പാത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കാം. ഇവിടെ ഞാൻ ഏകദേശം 90 രൂപേന്റെ 1 കിലോ പോകുന്ന ഒരു പാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. വെള്ളം മുതൽ മുടക്കില്ലാത്ത ഇതാണ്, അതുകൊണ്ട് ഇത് വാങ്ങിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് നമുക്ക് എന്താണ് അതിന് പകരമായിട്ടുള്ള ഇന്ത്യയിലൊക്കെ സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിട്ടുള്ള സംവിധാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടയിലൊക്കെ മിഠായി നിറച്ചു വെക്കുന്ന ഒരു ഭരണിയാണ്, ഒരു ചെറിയ പാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇവിടെ സാധാ ഒരു കാടപ്പാത്രം കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളത്തിന്റെ പാത്രം വാങ്ങിച്ച് ഇവിടെ അതുപോലെ ഇങ്ങനെ 2 ഹോൾസ് കാണാം. അങ്ങനെ ഇതിന്റെ ഒരു ടോപ്പ് പോലെ ഉണ്ടാവും. അതിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. മുമ്പ് ഞാൻ ഒരു 4 വർഷം മുന്നേ കാട വളർത്തുന്നതാണ്. അതിന് പകരം ഞാനിവിടെ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു മിഠായിയുടെ പാത്രം ഉപയോഗിച്ചിട്ട് ഇതിന് സൈഡിൽ 2 ഹോൾസ് കൊടുക്കുക അല്ലെ. അതേപോലെ തന്നെ അതിലുള്ളതുപോലെ 2 ഹോൾസ് ഇവിടെ കൊടുത്താൽ മതി. 2 സൈഡിൽ ഞാൻ ഇവിടെ ഓരോ ഹോൾസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ പാത്രങ്ങളോ മറ്റുപയോഗിച്ചോ ഇതുപോലെ ചെയ്യാവുന്നതാണ്. വെള്ളം നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഈ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഹോൾസേൽ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളം നിൽക്കുകയും പിന്നീട് കടകൾ വെള്ളം കുടിക്കുന്ന വഴി അതുപോലെ വെള്ളം ഇറങ്ങുകയും ചെയ്യും. രണ്ടും ഒരേ സംവിധാനമാണ്. പക്ഷെ അത് കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതും രണ്ടും മാറ്റമുണ്ട് അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ വെള്ളം കൊള്ളും. അതുകൊണ്ട് രാവിലെ വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതായത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ. അതുപോലെ ഞാൻ പാത്രത്തിൽ ഇപ്പം വെള്ളം നിറച്ചു കഴിഞ്ഞു നിങ്ങൾ കാണാവുന്നതാണ് അല്ലെ. വെള്ളം ഏകദേശം എത്രത്തോളം വെള്ളമുണ്ട്. താഴെ ഞാനൊരു വീട്ടിലെ ഉപയോഗശൂന്യമായിട്ടൊരു പ്ലേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ഓടിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് വരുന്ന ചണ്ടിയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ വെള്ളം ഇതിൽ കൊള്ളുന്നതാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാത്രത്തിനേക്കാളും കൂടുതൽ വെള്ളത്തിൽ നമുക്ക് കൊള്ളാൻ സാധിക്കും. അതുപോലെ തീറ്റപാത്രവും നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അല്ല ഞാൻ തൽക്കാലം ഒരു 90 രൂപേന്റെ ചെറിയ 1 കിലോ കൊള്ളുന്ന പാത്രമാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കാട ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നഷ്ടത്തിലാണ് സംഭവിക്കാറുള്ളത്. പല ആളുകളും തുടങ്ങുകയും പിന്നീട് നിർത്തിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തുടക്കക്കാർ എന്ത് ചെയ്താൽ മതി, വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെ ചെലവ് കുറഞ്ഞ രീതിയിൽ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ കടയിൽ നിന്ന് നമുക്ക് ഇതുപോലെ പാത്രം കിട്ടും അല്ലെ. ആ പാത്രത്തിൽ കൊള്ളുന്നതും ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ കൊള്ളുന്നതും ഏകദേശം ഒരേ അളവ് വെള്ളമാണ് കൊള്ളുന്നത്. ഇവിടെ ഈ പാത്രത്തിന് ഏകദേശം 120-150 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ കുറച്ച് കാടകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഫാമാണെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു പാത്രം ഉപയോഗിച്ച് ഇതുപോലെ വെള്ളം കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പ് ഫാം നടത്തുന്ന സമയത്ത് തട്ടായിട്ട് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വെള്ളം കൊടുത്തിരുന്ന പാത്രമാണ് അവിടെ കാണുന്നത് അല്ലെ. അതുപോലെ തീറ്റയും ഇതുപോലുള്ള പാത്രങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലും കുറെ നേരം വെള്ളം ഇപ്പം ഇതിൽ കുറെ വെള്ളം കൊള്ളും. എന്നാൽ അതിനേക്കാൾ നമ്മൾ പരമാവധി വൈകുന്നേരം വരെ അവർക്ക് വെള്ളം കിട്ടുന്ന രീതിയിലുള്ള പാത്രങ്ങൾ എന്തെങ്കിലും സജ്ജീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ 500 കാടകൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ചെറിയൊരു ഫാമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കൂടുതലായിട്ട് ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പാത്രങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഞാൻ മറ്റു 2-3 സ്വന്തമായിട്ട് നിർമ്മിച്ച പാത്രങ്ങൾ കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടിലേക്ക് പരമാവധി ചൂട് കുറയ്ക്കാൻ വേണ്ടി ഞാൻ മുകളിൽ ഓലയും മറ്റും മുകളിൽ വിരിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പകലൊക്കെ നട്ടുച്ചയൊക്കെ കൂട്ടിലേക്ക് വരുന്ന ചൂടിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കാടകൾ രാത്രിയും തീറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലൊരു ഒരു 0 ബൾബ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം രാത്രി ആകുമ്പോഴും കൂടുതൽ വെളിച്ചം മതി, ഒരു മങ്ങിയ വെളിച്ചം മതി. അതുകൊണ്ട് ഒരു 0 ബൾബ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ
ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.